ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ട ഡിപ്പോർട്ടേഷൻ കേസാണ്. നോർമലി ഉള്ള ഒരാൾക്ക് സംഭവിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചധികം ശ്രദ്ധിക്കണം. കാരണം റൂൾസ് ആർ ദെയർ ഫോർ എ റീസൺ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാനഡ ഡെസ്കർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഡീപ്പോർട്ടേഷനെ കുറിച്ചാണ്. കാനഡയിൽ ഈ ഇടയ്ക്ക് നടന്നൊരു കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇത് ബേസിക്കലി നമ്മൾ പറയുന്നത് അവയർനെസ്സിന് വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഇപ്പോൾ സംഭവിച്ച ഒരു പയ്യന് സംഭവിച്ച കാര്യം അത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ കൂടുതൽ വളച്ചിട്ടുന്നില്ല, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പോർട്ടേഷനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, കാനഡയിൽ വന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ രണ്ട് പേരാണ് സംഭവിച്ചേക്കുന്നത്. അത് ബേസിക്കലി ഇന്ത്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി അറിയാം, കൂനിൻ്റെ പുറത്ത് കുരും എന്ന് പറഞ്ഞ പോലെ ഓൾറെഡി ഇന്ത്യക്കാർക്കെതിരെ പല രീതിയിലുള്ള കംപ്ലയിൻസ് ഉണ്ട്. ഇവിടുത്തെ രീതികളായിട്ട് മാച്ചായി പോകുന്നില്ല എന്ന് പറയുന്നത് തന്നെ. പക്ഷേ അതോടൊപ്പം ഇതിപ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷ് കൊളംബിയയിൽ ഈ പറഞ്ഞ പോലെ 2 പഞ്ചാബീസ് ഈ പറഞ്ഞ പോലെ വണ്ടി ഇടിച്ച് ആളുടെ മേത്ത് കയറ്റിയതും അതേ സമയത്ത് ആ വണ്ടിയുടെ അടിയിൽ ആൾ ഉണ്ടാകിയ തന്നെ ഒരു 1.5 കിലോമീറ്റർ അവർ ആ വണ്ടി വെച്ച് തന്നെ പോയി. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മളത് കണ്ടില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ കണ്ടില്ലെങ്കിൽ പോലും അത് നമ്മൾ ഒരാൾ വന്നാൽ അവരോട് പറഞ്ഞു, അതായത് ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ അടിയിലുണ്ട്. അപ്പോൾ അവർ ഓക്കെ എന്നൊക്കെ പറയും. ഒന്നാമത് ഇവന്മാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ സിറ്റുവേഷനിൽ പാനിക് ആവാതെ ഒരു ആൾ കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ ഹിറ്റ് ആൻഡ് റൺ ആയിരിക്കരുത്. ഒരു ആക്സിഡൻറ്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താലോ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയല്ല വേണ്ടത്. അപ്പോൾ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇതിലിപ്പോൾ സംഭവിച്ചേക്കണമെന്ന് വെച്ചാൽ 2 സ്റ്റുഡൻസ് ഉണ്ടായി. 2 പേർക്കും 3 കൊല്ലത്തെ ഇതാണ് കൊടുത്തേക്കുന്നത്, ജയിൽ ശിക്ഷയാണ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഡീപ്പോർട്ടേഷൻ മെഷർ കൊടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതേ സമയത്ത് ഈ ഒരു 47 ഇയേഴ്സ് ഉള്ള ഒരാളാണ് മരിച്ചിരിക്കുന്നത്. അയാളെ ഈ കാറിൻ്റെ അടിയിൽ ഇട്ടിട്ട് ഓവർ സ്പീഡിങ്ങിലൂടെ അവർ ഒരു 1.5 കിലോമീറ്ററും പോയി. ചിലപ്പോൾ അത് അറിഞ്ഞുകൊണ്ടാവാം, ചിലപ്പോൾ അത് അറിയാതെ ആവാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ നമ്മളങ്ങനെ ഒരു ഹിറ്റ് ഇട്ട് നമ്മളിപ്പോൾ ഈവൻ നമ്മൾ കാണാതെ തന്നെ താഴത്ത് നമ്മൾ കുറച്ചുകൊണ്ടും പോകണമെങ്കിൽ വേറൊരാൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഒരു അവയർനെസ് പോലെ നമ്മളെപ്പോഴും നോക്കുക. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും സിഗ്നൽസ് കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ ഏതെങ്കിലും ചിലപ്പോൾ ഒരാളായിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു മൃഗമായിരിക്കാം. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ ആ വണ്ടി നിർത്തിയിട്ട് നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു അസസ് ചെയ്യാനുള്ളൊരു ബുദ്ധിയെങ്കിലും ബോധമെങ്കിലും എല്ലാവർക്കും ഉണ്ടാവണം. Who came to Canada on student visas are in jail tonight after being sentenced in a horrific hit and run in Surrey. A 47-year-old father and husband was struck and dragged to his death. CTV's Michelle Bernoro has the story and a warning. Some may find the details disturbing. It was an absolutely horrific case, and it was an extremely sad case. The case this prosecutor was talking about involves the criminal actions of 2 men, Gaganpreet Singh wearing the green shirt and Jagdeep Singh. These 2 had no previous criminal history. They made a terrible decision that day. On January 27th of last year, the 2 men in a red Mustang captured on surveillance video that night struck a pedestrian who was lying on a Surrey road. A distraught witness on the phone with 911 saw it happen. Oh my God! Oh my God! Oh my God! Oh my! What happened? Oh, someone just hit him. Right over. The 2 men got out of the car, but despite the witness telling them a man was under the Mustang, they sped off. They then drove another 1.3 kilometers with the victim trapped underneath the vehicle. From my understanding, during the sentencing, they panicked, they became nervous and didn't know what to do. The victim, identified only as JG at the family's request, was dragged 1.3 kilometers. The men then worked together to dislodge JG from under the car and left him lying on the side of the road. It's not known if JG died immediately when hit or after he was dragged. The victim was well loved by his family, his friends and members of his First Nation and his community. The men earlier pleaded guilty to 3 charges, including failing to stop after an accident and interference with a dead body. They've been sentenced to 3 years prison. He took full responsibility. He didn't deny or minimize his role in any of this, and he entered a guilty plea at a very early stage. After a sentence was handed down, the men were handcuffed and taken into custody. They're expected to face deportation to India after they serve their time. Michelle Bernoro, CTV News, Surrey. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ UK-ലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസ് കേട്ടു. ആംഗ്ലിക്കൻ റസ്കിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ. പ്രോപ്പറായിട്ട് എനിക്കത് എവിടെയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ തന്നെയും ആ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ ഈ സെപ്റ്റംബറിൽ എന്താണ്ടാണ് പുള്ളിക്കാരൻ്റെ
ഈ പറഞ്ഞ എന്താ പെർമിറ്റ് എക്സ്പയർ ആവുന്നത്. അപ്പോൾ അതിനു മുമ്പ് പുള്ളിക്കാരനെ ഏതോ കടയിലാണ് നിന്നേച്ചത്. ആ കടയിൽ വന്ന സമയത്ത് ഈ ഒരു വെള്ളക്കാരി അവിടെ വരികയും അതേപോലെ തന്നെ അവരോട് സംസാരിച്ച് അവരെ പ്രപ്പോസ് ചെയ്യുകയും, നമ്മുടെ നാട്ടിലൊക്കെ പോലെ കുഞ്ചാക്ക ബോബൻ സ്റ്റൈൽ അല്ലെങ്കിൽ അനിയത്തിപ്രാവോ അല്ലെങ്കിൽ നമ്മുടെ തട്ടത്തിമറയത്തൊക്കെ പോലെ ഈ പുറകെ നടന്ന ഒരാളെ ശല്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു പരിവ് നടക്കുമായിരിക്കാം. എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒരു വുമണിന് എത്രത്തോളം റൈറ്റ്സ് ഉണ്ട്, അവരുടെ പ്രൈവസി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏത് രീതിയിലുള്ള കേസായി മാറിത്തീരുന്നു. അതേപോലെ തന്നെ ഈ ചെറുക്കന് പല രീതിയിലും വാണിംഗ് കൊടുത്തിട്ടും പുള്ളി അത് ഇൻറ്റൻഷനലി വീണ്ടും വരികയും പോലീസ് പ്രേമമായതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ആ പ്രേമത്തിൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഇന്ന പരിസരത്ത് വരരുതെന്നായി, പിന്നെ ഈ പരിസരത്ത് നിന്ന് 100 മീറ്റർ ഉള്ളിൽ വരരുതെന്നായി, അങ്ങനെ പല രീതിയിൽ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവന് കാര്യം മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ പെണ്ണ് അത് എസ്കലേറ്റ് ചെയ്യും. എൻ്റെ പ്രൈവസിക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രശ്നം വരുന്ന ആ പെണ്ണ് കൂടുതൽ കേസിൽ പോവുകയും ആ ചെറുക്കനിപ്പോൾ കോടതിയിൽ ശിക്ഷ വിധിച്ചേക്കുന്നതാണ് 1 ഇയറിലിട്ട്. അപ്പോൾ കോടതി അസസ് ചെയ്തപ്പോഴേക്കും ആ പുള്ളിക്ക് ഓൾറെഡി 1 മന്തോ 2 മന്തോ എന്തോ അവരുടെ വിസയ്ക്ക് എക്സ്പയറി ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ പഠിക്കാൻ പോവുകയും അതേ സമയത്ത് തന്നെ പഠിച്ചു കഴിയുമ്പോൾ PR അടിക്കാത്തൊരവസ്ഥയിൽ സാധാരണ ഈ പഞ്ചാബീസൊക്കെ കാണിക്കുന്ന പോലെ തന്നെ അവിടെയുള്ള ആരെങ്കിലും പ്രപ്പോസ് ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണെന്നല്ല പറയുന്നത്, ചിലപ്പോൾ അതാവാം. ഇനിയിപ്പോൾ ജെന്യുവിനായിട്ടുള്ള ഇഷ്ടമാണെങ്കിൽ പോലും ഒരു പെണ്ണ് ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ അത് മാറി നടക്കാനുള്ളൊരു മിനിമം ബോധം മനസ്സിലാക്കണം. നമ്മളൊരു പുറത്ത് ഉള്ള നാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് ആ പയ്യനെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 1 ഇയർ ജയിലിൽ സെൻറ്റൻസ് കൊടുത്തു. പക്ഷേ അത് 1 മന്ത് കൂടി എക്സ്പയറി ഉള്ളതുകൊണ്ട് 1 മന്തിനുള്ളിൽ ആ പുള്ളിക്കാരൻ്റെ സ്റ്റഡി വിസ അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ എക്സ്പയർ ആവുന്നതുകൊണ്ട് തന്നെ ഡീപ്പോർട്ടേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പം നമ്മളിതിപ്പോൾ ഈ ഇടയ്ക്ക് കേട്ട 2 ഡീപ്പോർട്ടേഷൻ കേസാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ട ഡീപ്പോർട്ടേഷൻ കേസാണ്. നോർമലി ഉള്ള ഒരാൾക്ക് സംഭവിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചധികം ശ്രദ്ധിക്കണം. കാരണം റൂൾസ് ആർ ദെയർ ഫോർ എ റീസൺ. ഇത് ചുമ്മാ ആർക്കോ വേണ്ടി ഉണ്ടാക്കിയിട്ട റൂൾസ് അല്ല. നമുക്ക് വേണമെങ്കിൽ വാദിക്കാം നമ്മൾ നന്നായിട്ട് നടക്കുന്നു, വേറെ ആൾക്കാർ റൂൾസ് തെറ്റിക്കുമ്പോൾ അവരെ പിടിക്കുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ എന്നാൽ തന്നെയും ഇത് പുറമേ ഉള്ള രാജ്യത്ത് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ ടെമ്പററി വിസയിലൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ ആവശ്യമില്ലാത്തൊരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാൽ ആർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റുന്ന കാര്യമല്ല. ഡീപ്പോർട്ടേഷൻ സംഭവിച്ചാൽ അത് അതിൻ്റെ ഭാവിയിൽ നമ്മൾ വേറൊരു കൺട്രിയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പോലും അതിൻ്റെ ഒരു സ്റ്റാറ്റസിന് പ്രശ്നം വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. Until then, bye.